ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഹെൽത്തി ബ്രൊക്കോളി പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബ്രൊക്കോളിയാണ്. ഇത് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 1 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് 1/2 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ക്യാരറ്റിന് പകരമായിട്ട് വേണമെങ്കിൽ കാബേജ് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഈ മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്സ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു പകുതി വെള്ളം, അതായത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ആദ്യം. ഇതിലേക്ക് ഇനി കുറച്ചും കൂടി ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു പകുതി കൂടി ചേർത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാനുള്ള ആ ഒരു പരുവത്തിനാണ് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക, വെള്ളം ഒരുപാട് ചേർക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വട്ടത്തിലല്ല, നമുക്കിത് ഒരുപാട് കനം കുറച്ച് പരത്താനും പറ്റില്ല, കുറച്ചൊരു കനത്തിലാണ് പരത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വട്ടത്തിൽ പരത്തിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ല എന്നുണ്ടെങ്കിൽ പാനിൽ ആദ്യം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് വേണം നമ്മളിത് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് കുക്കായിട്ട് വരികയും ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻ കേക്ക്സൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 4 പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അളവാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിൽ എല്ലാ ചേരുവകളും കൂടുതൽ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.